വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ട്, ഇവനാണ് അത്താഴ സമയത്ത് യേശുവിൻ്റെ വക്ഷസ്സിൽ ചാരിക്കിടന്നുകൊണ്ട്, കർത്താവേ, ആരാണ് നിന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നത് എന്ന് ചോദിച്ചത്. അവനെ കണ്ടപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, ഇവൻ്റെ കാര്യമെന്ത്? യേശു പറഞ്ഞു, ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക. ആ ശിഷ്യൻ മരിക്കുകയില്ല എന്നൊരു സംസാരം സഹോദരരുടെ ഇടയിൽ പരന്നു. എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത്. പ്രത്യുത ഞാൻ വരുന്നതുവരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്താണ്? ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും. അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശു തമ്പുരാൻ, ഉത്ഥിതനായ യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു, ഓടിപ്പോയവരെ ഒന്നിച്ചു കൂട്ടുന്നു, നിരാശയിലായിരുന്നവർക്ക് പ്രത്യാശ നൽകുന്നു, വചനം വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട് ഹൃദയം ജ്വലിപ്പിക്കുന്നു, അപ്പം മുറിച്ചു കൊടുത്തുകൊണ്ട് കണ്ണുകൾ തുറന്നു കൊടുക്കുന്നു. അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ആ കാലഘട്ടത്തിൽ അവിടുന്ന് തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ അടുത്ത് വിളിച്ച് ചോദിക്കുകയാണ്, യോനായുടെ പുത്രനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പത്രോസ് മറുപടി പറഞ്ഞു. നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 പ്രാവശ്യം യേശു ചോദിച്ചപ്പോൾ പത്രോസിന് മനസ്സിലായി. 3 പ്രാവശ്യം യേശുവിനെ പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് വേലക്കാരിയുടെ മുമ്പിൽ, പരിചാരകരുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞതിനാലാണ് യേശു തമ്പുരാൻ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന്. നീ എല്ലാം അറിയുന്നുവല്ലോ എന്ന് പത്രോസ് മറുപടി പറയുകയാണ്. നിൻ്റെ സന്നിധിയിൽ ഒന്നും എനിക്ക് ഒളിച്ചു വയ്ക്കുവാനോ മറച്ചു വയ്ക്കുവാനോ ഇല്ല. ഇങ്ങനെ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തിയപ്പോൾ യേശു പത്രോസിനോട് പറയുകയാണ്, നീ എൻ്റെ ആടുകളെ മേയിക്കുക, കുഞ്ഞാടുകളെ മേയിക്കുക എന്ന്. അജപാലന ദൗത്യം പത്രോസിനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ടൊരു സൂചന കൂടി നൽകുകയാണ്. എങ്ങനെയാണ് പത്രോസ് യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ പോകുന്നത്? നീ ചെറുപ്പമായിരുന്നപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോയി. പ്രായമാകുമ്പോൾ നീ നിൻ്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ തൻ്റെ അരമുറുക്കി നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഈ ഒരു സൂചന കൊടുത്തത് പത്രോസ് ഏത് വിധത്തിൽ യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ പോകുന്നു തൻ്റെ മരണത്തിലൂടെ എന്നുള്ള സൂചനയാണ് കൊടുത്തത്. തൻ്റെ രക്തസാക്ഷിത്വം പ്രവചിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ പത്രോസ് ഈശോ സ്നേഹിച്ച യോഹന്നാനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഈശോയോട് ചോദിക്കുകയാണ്, ഇവൻ്റെ കാര്യം എന്താണ്? എന്നാൽ ഈശോ അതിന് നേരിട്ട് മറുപടി പറയുന്നില്ല. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം താൻ പാടുപെടൽ സഹിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള സൂചന യേശു കൊടുക്കുമ്പോൾ, യേശുവിനെ സ്നേഹിച്ച യോഹന്നാനെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് പത്രോസ് ചോദിക്കുന്നത്, ഇവൻ്റെ കാര്യം എന്താണ് എന്ന്. അതിന് യേശു മറ്റൊരു രീതിയിലാണ് മറുപടി കൊടുക്കുന്നത്. ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണം എന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത്? അവിടെ പല ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഉയർന്നു വരികയാണ്. തന്നെ അനുഗമിക്കുവാനുള്ള ആഗ്രഹമാണ്
പ്രകടിപ്പിക്കുന്നത് എങ്കിൽ അതിനുവേണ്ടി എന്തും സഹിക്കുവാൻ, ത്യജിക്കുവാൻ തയ്യാറായി മുൻപോട്ട് വരണം. ഞാൻ വരുന്നതുവരെ എന്ന് പറയുമ്പോൾ അവിടുത്തെ രണ്ടാമത്തെ വരവ് മഹത്വത്തോടു കൂടി വരുന്ന ആ കാലഘട്ടമാണോ, അതോ ആ വ്യക്തിയുടെ മരണത്തെക്കുറിച്ചാണോ, ലോകാവസാനം വരെ എന്നുള്ളതാണോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ വരവ് വരെ എന്നുള്ള അർത്ഥത്തിലാണോ? അല്ല. എപ്പോഴാണ് അവിടുന്ന് വീണ്ടും വരുന്നത് എന്ന് നമുക്കാർക്കും അറിയില്ല. ഈശോയുടെ വാക്കുകൾ യോഹന്നാൻ്റെ മരണത്തെക്കുറിച്ചാണെങ്കിൽ അത് യോഹന്നാൻ്റെ ജീവിത സാക്ഷ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. രക്തസാക്ഷിത്വം വരിക്കുന്ന ഒരു മരണമാണോ, അതോ ജീവിത സാക്ഷ്യത്തിൽ എത്ര വർഷം ജീവിക്കുന്നുവോ അത്രയും വർഷം തമ്പുരാനെ പ്രതി ജീവിക്കുന്ന രക്തസാക്ഷിയാകുവാൻ തൻ്റെ സഹനത്തിലൂടെ, ത്യാഗത്തിലൂടെ, സ്നേഹത്തിലൂടെ ജീവിച്ചുകൊണ്ട് തമ്പുരാന് സാക്ഷിയാകുക എന്നുള്ള ഒരു ദൗത്യമാണ് സ്നേഹത്തിൻ്റെ ശിഷ്യനായ യോഹന്നാന് ലഭിച്ചത് എന്നുള്ളത് നമുക്കറിയാം. രക്തസാക്ഷിത്വം രണ്ട് വിധത്തിലാകാം. ഒന്ന്, യേശുവിനെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് വീരോചിതമായി രക്തസാക്ഷിത്വം വരിച്ച ആദ്യത്തെ ക്രൈസ്തവ സമൂഹത്തിലെ അംഗങ്ങൾ പത്രോസ്, പൗലോസ്, മറ്റ് ശിഷ്യന്മാർ, നീറോ ഡയക്ലഷ്യൻ ചക്രവർത്തിമാരുടെ ക്രൂരമായ മതമർദ്ദനം അഴിച്ചുവിട്ട കാലത്തിൽ മനുഷ്യരുടെ മുമ്പിൽ യേശുക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ച് വീരോചിതമായി മരണം കൈവരിക്കുവാൻ കഴിഞ്ഞ മഹത്തുക്കളുടേതായ ആ രക്തസാക്ഷിത്വമുണ്ട്. ദ ബ്ലഡ് ഓഫ് ദ മാർട്ടേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി. രക്തസാക്ഷികളുടെ ഈ രക്തമാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വിത്ത് എന്നുള്ള സത്യം നമുക്കറിയാം. എന്നാൽ രണ്ടാമതായിട്ട് ഇവിടെ വിശ്വാസത്തിനു വേണ്ടി വിശ്വസ്തയോടെ മരണം വരെ ജീവിക്കുന്ന ആളുകൾ, അതിന് അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. ആ വില എന്ന് പറയുന്നത് അവരുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുവാൻ, അവിടുത്തോടുകൂടി ആയിരിക്കുവാൻ, മറ്റുള്ളവർക്ക് സാക്ഷിയായി ജീവിക്കുവാൻ ദൈവം കൊടുക്കുന്ന അവസരത്തെയാണ് അവിടെ കാണുന്നത്. പത്രോസ് രക്തസാക്ഷിത്വത്താലുള്ള ഒരു മരണമാണ് കൈവരിച്ചത് എന്നുള്ളത് നമുക്കറിയാം. യേശുക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് ഉദ്ധിതനായ തമ്പുരാനെ കണ്ടതും കേട്ടതും ജീവിതത്തിൽ അനുഭവിച്ചതുമായ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് യഹൂദ പ്രമാണിമാരുടെ മുമ്പിൽ പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ മുക്കുവനായ, അക്ഷരാഭ്യാസമില്ലാത്ത സാധാരണക്കാരനായ, തള്ളിപ്പറഞ്ഞവനായ, എടുത്തുചാട്ടക്കാരനായ പത്രോസ് ഇങ്ങനെ ധീരതയോടെ പെന്തക്കോസ്തി പെരുന്നാളിൽ പരിശുദ്ധാത്മ നൽവരം പ്രാപിച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ 3000-ഓളം ആളുകൾ അന്ത്യോക്യയിൽ ക്രൈസ്തവ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ആ കാരണത്താൽ പത്രോസിനെ കുരിശിൽ തറച്ച് കൊല്ലുവാൻ കൽപ്പനയിടുകയാണ് നീറോ ചക്രവർത്തി. പത്രോസ് പറയുകയാണ്, എൻ്റെ ഗുരുവിനെപ്പോലെ മരിക്കുവാനുള്ള യോഗ്യത എനിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ തലകീഴായി കുരിശിക്കണം. തലകീഴായ ഒരു കുരിശുമരണത്തോടെ ഗുരുവിൻ്റെ പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് മരിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച പത്രോസ് ഒരു രക്തസാക്ഷിയായിട്ടാണ് മരിക്കുന്നത്. എന്നാൽ യോഹന്നാൻ വിശ്വാസ ജീവിതത്തിൻ്റെതായ ഒരു സാക്ഷിയായിട്ടാണ് തൻ്റെ വാർദ്ധക്യകാലത്തിൽ മരിക്കുന്നത്. യോഹന്നാനോട് ചോദിച്ചു, തൻ്റെ വാർദ്ധക്യകാലത്തിൽ തൻ്റെ ശിഷ്യന്മാർ, ഗുരുവേ, ഞങ്ങളോട് എന്തെങ്കിലും അവസാനമായി പറയുവാനുണ്ടോ? ഉണ്ട്, മക്കളെ, കുഞ്ഞുമക്കളെ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ.
വീണ്ടും ശിഷ്യന്മാർ ആവർത്തിച്ച് ചോദിച്ചു. അന്നേരവും അദ്ദേഹം പറഞ്ഞ്, കുഞ്ഞുമക്കളെ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അവസാനമായും അദ്ദേഹം പറഞ്ഞത് അതുതന്നെയാണ്, കുഞ്ഞുമക്കളെ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. തമ്പുരാൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ കഴിഞ്ഞ ആ വ്യക്തി ആ സ്നേഹത്തിന് സാക്ഷിയായി ജീവിച്ച സാഹചര്യത്തിൽ, പ്രിയ സഹോദരങ്ങളെ, ഇന്ന് രണ്ട് രീതിയിലുള്ള രക്തസാക്ഷിത്വം വരിക്കുവാൻ നമുക്കൊക്കെ അവസരമുണ്ട്. നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കുന്നതിൽ, പരിപോഷിപ്പിക്കുന്നതിൽ, പകർന്നു കൊടുക്കുന്നതിൽ പല മേഖലകളിലും നേരിടുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഒരുപക്ഷേ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുവാൻ അവസരമുണ്ടാകാം. റാണി മരിയ സിസ്റ്ററിൻ്റെ ജീവിതത്തിലും ക്രിസ്തുദാസച്ചൻ്റെ ജീവിതത്തിലും ഈ അടുത്ത കാലത്തായിട്ട് വിവിധ പ്രദേശങ്ങളിൽ നടന്ന ദാരുണമായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മിഷണറിമാരൊക്കെ രക്തസാക്ഷിത്വം വരിച്ച സാഹചര്യത്തിൽ അതിനുള്ള അവസരങ്ങളുണ്ടാകാം. ജപ്പാനിലും മറ്റ് പല സ്ഥലങ്ങളിലും 40 പേര് വീരോചിതമായി രക്തസാക്ഷിത്വം വരിച്ചുകൊണ്ട് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട സാഹചര്യത്തിൽ അങ്ങനെയുള്ള രക്തസാക്ഷിത്വത്തിൻ്റെതായ അവസരങ്ങളുണ്ടാകാം. എന്നാൽ അനുദിനം തമ്പുരാൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവിടുത്തെ മുമ്പിൽ ജീവിച്ച് സാക്ഷിയായി മറ്റുള്ളവർക്ക് സാക്ഷികളായി ജീവിക്കുവാൻ, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മരിക്കുകയും അഹങ്കാരത്തിന് വേണ്ടി മരിക്കുകയും അതീശ മനോഭാവത്തിന് വേണ്ടി മരിക്കുകയും പണത്തിനും പ്രതാപത്തിനും സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി മരിക്കുകയും ചെയ്യുവാൻ നാം തയ്യാറാകുമ്പോൾ അത് ഒരു രക്തസാക്ഷിത്വമാണ്, ജീവിക്കുന്ന രക്തസാക്ഷിത്വമാണ് എന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ സ്നേഹിച്ച ശിഷ്യൻ, സ്നേഹത്തിൻ്റെ ശിഷ്യൻ സബദിയുടെ പുത്രനാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു യാക്കോബ്. ഗലീലിയ കടലിൽ സഹോദരനോടൊപ്പം മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ കർത്താവ് വിളിക്കുന്നത്. ആ വിളി സ്വീകരിച്ചുകൊണ്ട് സ്നാപയോഹന്നാൻ്റെ സാക്ഷ്യം കേട്ട് അന്ത്രയോസിനോടൊപ്പം ഈശോയെ ആദ്യം അനുഗമിച്ച ശിഷ്യന്മാരിൽ ഒരുവനാണ് സ്നേഹത്തിൻ്റെ ശിഷ്യനായ യോഹന്നാൻ. ഈശോയുടെ ജീവിതത്തിലെ എല്ലാ സുപ്രധാന സംഭവങ്ങളിലും ഈ സ്നേഹത്തിൻ്റെ ശിഷ്യൻ്റെ സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ കഴിയും. യായോറിസിൻ്റെ മകൾ രോഗിണിയായിരിക്കുന്നു, അവൾ മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ യേശു അവിടേക്ക് പോകുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവിടേക്ക് ഈ യോഹന്നാനെയും പത്രോസിനെയും യാക്കോബിനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് ആ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് ആ ബാലികയുടെ കരങ്ങളിൽ പിടിച്ച് ബാലികയെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവളെ പുതിയ ജീവനിലേക്ക് എഴുന്നേൽപ്പിക്കുവാൻ യേശുവിന് കഴിഞ്ഞപ്പോൾ, യായൂറോസിൻ്റെ മരിച്ച മകളെ ഉയർപ്പിക്കുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തിയാണ് സ്നേഹത്തിൻ്റെ ശിഷ്യനായ യോഹന്നാൻ. അതേപോലെ താൻ ഈ ലോകത്തെ വിട്ട് കടന്നു പോകേണ്ട സമയം സമാഗതമായി എന്നൊക്കെ പറയുമ്പോൾ നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന പത്രോസിൻ്റെ മുമ്പിൽ അവിടുന്ന് മനുഷ്യപുത്രൻ പാടുപീടുകൾ സഹിക്കണം, മരിക്കണം, മഹത്വത്തിലേക്ക് പ്രവേശിക്കണം, മോശയും പ്രവാചകന്മാരുമൊക്കെ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ നിറവേറണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന അവസരത്തിൽ അവിടുന്ന് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് താബോർ മലയിലേക്ക് പോകുന്നതായി നാം കാണുന്നു. താബോർ മലയുടെ അനുഭവത്തിൽ മോശയും ഏലിയായും ഒക്കെ യേശുവിനോട് സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം നാം കാണുകയാണ്. മേഘം വന്ന് ആ മേഘത്തിലൂടെ ഒരു സ്വരം കേൾക്കുകയാണ്, ഇവനെൻ്റെ പ്രിയപുത്രനാണ്, ഇവനെ ശ്രവിക്കുക, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ആ അവസരത്തിൽ യേശു തമ്പുരാൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നതായിട്ട് കാണുകയാണ്. കണ്ടുകൊണ്ട് പത്രോസ് പറയുകയാണ്, ഗുരുവേ, ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്, ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. ദൈവത്തിൻ്റെ കൂടാരം നമ്മോടുകൂടെ
ആ ഒരു ബോധ്യമാണ് യോഹന്നാൻ ശ്ലീഹായ്ക്ക് ഏറെ ശക്തി പകർന്നത്. വീണ്ടും അവിടുന്ന് ഈ ലോകത്തെ വിട്ട് കടന്നു പോകുവാനുള്ള സമയമായി പെസഹ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ജനിച്ചപ്പോൾ സ്വന്തമായ സ്ഥലമില്ലാത്തവൻ, കാലിത്തൊഴുത്തിൽ ജനിച്ചവൻ, ജീവിച്ചപ്പോൾ അഭയാർത്ഥിയെപ്പോലെ ചുറ്റി നടന്ന് നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചവൻ, ഈ ലോകത്തെ വിട്ട് കടന്നു പോകുവാനുള്ള സമയമായപ്പോൾ പെസഹ പെരുന്നാളിൽ യഹൂദരുടെ പാരമ്പര്യം നിറവേറ്റുവാൻ, പെസഹ ആഘോഷിക്കുവാൻ ഒരുങ്ങുവാൻ തുടങ്ങിയപ്പോൾ യോഹന്നാനെ അയച്ചുകൊണ്ടാണ് പറയുന്നത്, പോകുന്ന വഴിയിൽ ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളം ചുമന്നു കൊണ്ടുവരും. ആ മനുഷ്യനോട് ചോദിക്കുക, എവിടെയാണ് ഗുരുവിന് പെസഹ ഒരുക്കേണ്ടത്? അവൻ നിനക്കൊരു മാളിക കാണിച്ചു തരും. ആ മാളികയിൽ നീ പെസഹ ഒരുക്കുവിൻ. അപ്പോൾ പെസഹ ഒരുക്കുവാൻ നിയോഗിക്കപ്പെട്ട യോഹന്നാൻ മർക്കോസിൻ്റെ ഭവനത്തിലാണ് പെസഹ ഒരുക്കുന്നത്. യേശു കൽപ്പിച്ചതുപോലെയുള്ള അടയാളങ്ങൾ കണ്ടുകൊണ്ട് ആ മനുഷ്യനോട് ചോദിച്ച് അവൻ്റെ ഭവനത്തിൽ പെസഹ ഒരുക്കുന്നു. ആ പെസഹ ഒരുക്കുന്ന സാഹചര്യത്തിൽ നാം കാണുന്നത്, അവിടുന്ന് നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് ശിഷ്യന്മാരോടായി അവിടുന്ന് അരുളി ചെയ്തപ്പോൾ അതാരാണെന്ന് ചോദിച്ചറിയുവാൻ പത്രോസൊക്കെ യോഹന്നാനോട് ആംഗ്യം കാണിക്കുകയാണ്. യോഹന്നാൻ യേശുവിനെ സ്നേഹിച്ചവൻ, യേശു സ്നേഹിച്ചവൻ അവൻ്റെ മാർവിൽ ചാരിക്കിടന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഗുരുവേ അതാരാണ്? ഞാൻ അപ്പം മുക്കി ആർക്ക് കൊടുക്കുന്നു? അവനാണ്. അപ്പം മുറുക്കി അവിടുന്ന് യൂദാസിന് കൊടുത്തു. അപ്പോൾ യൂദാസാണ് തന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നത് എന്നുള്ള സൂചന അവിടുന്ന് ഈ യോഹന്നാന് നൽകുകയാണ്. വീണ്ടും ഗദസമേൻ തോട്ടത്തിലേക്ക് പോകുമ്പോൾ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടാണ് യേശു തമ്പുരാൻ ഗദസമേൻ തോട്ടത്തിൽ പോകുന്നത്. പിറ്റേ ദിവസം നടക്കുവാൻ പോകുന്ന സംഭവങ്ങൾ ഓരോന്നും മുന്നിൽ കണ്ടുകൊണ്ട് വേദനയോടെ അവിടുന്ന് ആ ഗദസമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്. മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. വേദനയുടെ തീവ്രത എന്തുമാത്രമുണ്ട് എന്നുള്ളത്, ശരീരത്തിൽ നിന്നും വെള്ള അംശമൊക്കെ നഷ്ടപ്പെട്ട് രോമകൂപങ്ങളിലൂടെ രക്തം ബഹിർഗമിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന സാഹചര്യത്തിൽ അത് കാണുവാനും മനസ്സിലാക്കുവാനുമൊക്കെ ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തിയാണ് സ്നേഹത്തിൻ്റെ ശിഷ്യനായ യോഹന്നാൻ. വീണ്ടും നാം അദ്ദേഹത്തെ കാണുന്നത് കുരിശിൻ്റെ ചുവട്ടിലാണ്. ബലിയർപ്പിക്കുന്ന സമയം മനുഷ്യൻ്റെ നിന്ദയും അപമാനവും ഏറ്റുവാങ്ങി ദൈവസ്നേഹത്തിൻ്റെ പാരമ്യത ഔന്നത്യം വെളിപ്പെടുത്തി തന്നുകൊണ്ട് ഇത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ കുരിശിൻ ചുവട്ടിൽ സ്നേഹത്തിൻ്റെ ശിഷ്യൻ യോഹന്നാനും തൻ്റെ വാത്സല്യമ്മ പരിശുദ്ധ കന്യകമറിയമും നിൽക്കുന്നതായി യേശു കാണുകയാണ്. മറ്റുള്ളവരുടെ വേദനകളുടെയും ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും അവസരങ്ങളിൽ അവരോടൊപ്പമായിരിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാം അവരെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അവരെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നെങ്കിൽ സന്തോഷത്തിലും ദുഃഖത്തിലും വേദനകളിലും പ്രയാസങ്ങളിലും എല്ലാം അവരോടുകൂടി ആയിരിക്കുവാൻ നാം നടത്തുന്ന പരിശ്രമമാണ് യഥാർത്ഥത്തിൽ ഒരു സാക്ഷ്യമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കുരിശിൻ്റെ ചുവട്ടിൽ മാതാവിൻ്റെ സംരക്ഷണ ഏറ്റെടുക്കുന്ന ഒരു യോഹന്നാനെ നാം കാണുന്നു. മാതാവിൻ്റെ സഭാ മാതൃത്വവും സാർവത്രിക മാതൃത്വവും രക്ഷാകര കർമ്മത്തിലുള്ള സഹകരണവും ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. ഇതാ നിൻ്റെ അമ്മ എന്ന് യേശു തൻ്റെ വാത്സല്യ അമ്മയെ യോഹന്നാനെ പരിമേൽപ്പിക്കുമ്പോൾ നിശ്ചയമായും ആ ദൗത്യം ഏറ്റെടുക്കുവാൻ യോഹന്നാന് കഴിഞ്ഞു. ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയെ ആ അവസരത്തിൽ കുരിശിൽ കിടന്നുകൊണ്ട് അമ്മയ്ക്ക് പരിമേൽപ്പിക്കുകയാണ് സ്നേഹത്തിൻ്റെ ശിഷ്യനെ. ആ സ്നേഹത്തിൻ്റെ ശിഷ്യൻ അമ്മയും കൂട്ടിക്കൊണ്ട് ഭവനത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എത്ര അർത്ഥവത്തായ വാക്കുകളാണ് അത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടു എന്ന് മറിയം മഗ്ദലേന പാപിനി പരിശുദ്ധയായവൾ എന്ന് പറഞ്ഞപ്പോൾ കല്ലറയിലേക്ക് ഓടിപ്പോകുകയാണ് പത്രോസും യോഹന്നാനും. പത്രോസ്
തന്നാലാവുന്ന വിധം ഓടി. യോഹന്നാനും തന്നാലാവുന്ന വിധം ഓടി. ചെറുപ്പമായതുകൊണ്ട് യോഹന്നാൻ കല്ലറയുടെ അടുത്ത് ആദ്യമെത്തി. പത്രോസ് തന്നെക്കൊണ്ട് ആവുന്ന വിധത്തിൽ ഓടി അവിടെ എത്തി. അനുഭവക്കുറവ് കൊണ്ട് യോഹന്നാൻ മാറി നിൽക്കുമ്പോൾ പത്രോസ് ധീരതയോടെ കവറിലിറങ്ങി അവിടുത്തെ ശരീരം അന്വേഷിക്കുന്നതായി നാം കാണുകയാണ്. സ്വർഗാരോഹണത്തിൻ്റെ സാക്ഷ്യം അവിടുന്ന് നിർവഹിക്കുകയാണ്. ഉദ്ധിതനായ യേശു തമ്പുരാൻ കല്ലറയിലില്ല എന്നുള്ള സത്യം അവർക്ക് മനസ്സിലാവുകയാണ്. കടൽക്കരയിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതകരമായ മീൻപിടുത്തം. കുഞ്ഞുങ്ങളെ ഒന്നും കിട്ടിയില്ലേ? നിരാശയിലായിരുന്നവർക്ക് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും തമ്പുരാൻ്റെ സാന്നിധ്യം വിസ്മരിച്ചുകൊണ്ട് പ്രവർത്തിച്ചപ്പോൾ ഒന്നും ലഭിച്ചില്ല. പടകിൻ്റെ വലതുവശത്തായി വലവീശി ധാരാളം മത്സ്യം കിട്ടി. അപ്പോൾ അത് ഗുരുവാണെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നത് സ്നേഹത്തിൻ്റെ ശിഷ്യനായ യോഹന്നാനാണ്. അത് ഗുരുവാണെന്ന് വെളിപ്പെടുത്തിയപ്പോൾ പത്രോസ് നഗ്നനായിരുന്നത് കൊണ്ട് തൻ്റെ കുപ്പായമെടുത്ത് അണിഞ്ഞ് കടലിലേക്ക് എടുത്തിയാടുന്ന പത്രോസിനെ നാം കാണുകയാണ്. അപ്പോൾ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ഉദ്ധിതനായ തമ്പുരാനെ തിരിച്ചറിയുവാനുള്ള വലിയ കഴിവാണ് ദൈവം കൊടുത്തത്. പെന്തിക്കോസ്തായ്ക്ക് ശേഷം പരിശുദ്ധാത്മ നൽവരം പ്രാപിച്ചുകൊണ്ട് പത്രോസ് പ്രവർത്തിക്കുവാനായി പോകുമ്പോൾ പത്രോസിനോടൊപ്പം സുന്ദര കവാടത്തിൽ വെച്ച് മുടന്തനെ സുഖപ്പെടുത്തുന്ന ആ പ്രക്രിയയിൽ പത്രോസിനോടൊപ്പം യോഹന്നാനും ഉണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നു. പത്രോസിനോടൊപ്പം തടങ്കലിൽ കഴിയുന്ന യോഹന്നാനെ, സമറിയായിലുള്ള വിജാതീയരുടെ ക്രിസ്ത്യാനികൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്ന യോഹന്നാനെ, പൗലോസിന് പ്രേക്ഷിതയാത്രയിൽ കൂട്ടായ്മയുടെ വലതുകരം കാണിച്ചു കൊടുക്കുന്ന യോഹന്നാനെ നാം കാണുന്നുണ്ട്. വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം, അതേപോലെ തന്നെ 3 ലേഖനങ്ങൾ യോഹന്നാൻ്റെ പേരിലുണ്ട്. വീണ്ടും വെളിപാട് പുസ്തകവും യോഹന്നാൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എഫേസോസിൽ പത്മോസ് എന്ന ദ്വീപിൽ അവിടുന്ന് ഏകാഗിയായി കഴിയുന്ന ഒരു സാഹചര്യം, അവിടെയും സ്നേഹം തന്നെയായ ദൈവത്തോടു കൂടെ ആയിരുന്നുകൊണ്ട് ആ ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ട് ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തി. കുരിശിൽ ചുവട്ടിൽ നിന്നുകൊണ്ട് ദൈവം സ്നേഹിച്ച സ്നേഹവും ദൈവം ക്ഷമിച്ച സ്നേഹവും അടുത്ത് അറിയുന്ന ഒരു വ്യക്തിയായി നിൽക്കുന്ന യോഹന്നാൻ സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ സ്ഥാപിക്കുകയായിരുന്നു തൻ്റെ ജീവിതത്തിലൂടെ ചെയ്തത്. അദ്ദേഹം പരസ്യമായി പറയുകയാണ്, ഞങ്ങൾ കണ്ടതും കേട്ടതും ജീവിതത്തിൽ അനുഭവിച്ചതുമായ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും കഴിഞ്ഞ സത്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. കുരിശൻ ചുവട്ട് നിൽക്കുന്ന യോഹന്നാൻ തൻ്റെ കാലശേഷം അനാഥമാകാവുന്ന പരിശുദ്ധ അമ്മയെ, അങ്ങനെ ആവുകയില്ല, അങ്ങനെ നമ്മുടെ ദൃഷ്ടിയിൽ നോക്കിയാൽ യേശു മരിച്ചു കഴിഞ്ഞു, ഇനി ആരുമില്ല അമ്മയ്ക്ക്, അനാഥമാകാവുന്ന ഒരമ്മയെ സ്വന്തം ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതായി നാം കാണുമ്പോൾ, യേശു ആ അമ്മയെ പരമേൽപ്പിക്കുന്നതായി കാണുമ്പോൾ, ഇന്നത്തെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന, സ്നേഹിക്കുവാൻ ആരുമില്ലാത്ത, അവഗണിക്കപ്പെടുന്ന, അവമതിക്കപ്പെടുന്ന, അനാദരിക്കപ്പെടുന്ന ആയിരക്കണക്കിന് അമ്മമാരെ, സഹോദരിമാരെ നമുക്കിന്ന് കണ്ടെത്താൻ കഴിയണം. അവരെ സ്വീകരിക്കുവാൻ കഴിയണം. അവർക്ക് വേണ്ട ശുശ്രൂഷ നിർവഹിക്കുവാൻ കഴിയണം. അവർക്ക് വേണ്ട സുരക്ഷിതത്വം നൽകുവാൻ കഴിയണം എന്ന് തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, 2 പ്രാവശ്യമാണ് യേശു തമ്പുരാൻ പരിശുദ്ധ അമ്മയെ സ്ത്രീ എന്ന് വിളിക്കുന്നത്, കാനായിലും കാൽവരിയിലും. ആ സ്ത്രീ എന്ന് പറയുന്നത് ബഹുമാനമില്ലാത്ത ഒരു പദമായി നാം കാണരുത്. അത് വളരെ ആദരവോടുകൂടിയാണ് അങ്ങനെയുള്ള ആ സന്ദർഭത്തിൽ നമ്മൾ കാണുന്നത്. ഒന്ന്, ഈശോയുടെ മഹത്വീകരണത്തിൻ്റെ ആരംഭമാണ് കാനായിലെ അത്ഭവം.
രണ്ടാമത് ഈശോയുടെ മഹത്വീകരണത്തിൻ്റെ അവസാനത്തിലും അങ്ങനെ നാം കാണുന്നു. അപ്പോൾ ആരംഭത്തിലും മഹത്വീകരണത്തിൻ്റെ ആരംഭത്തിലും മഹത്വീകരണത്തിൻ്റെ അവസാനത്തിലും സ്ത്രീ എന്ന് അമ്മയെ അഭിസംബോധന ചെയ്യുന്ന യേശു മനുഷ്യകുലത്തിന് സ്ത്രീത്വത്തിൻ്റെതായ മാനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് സ്നേഹത്തിൻ്റെ ശിഷ്യന് അത് വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കണം. ആദ്യത്തെ അമ്മയായ ഹൗവ വരുത്തിവെച്ച വിനയ്ക്ക് പരിഹാരം കണ്ടെത്തുവാൻ രണ്ടാമത്തെ ഹൗവയായിട്ട് മറിയത്തെ യേശു നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഇവിടെ മറിയം സഭയെ സൂചിപ്പിക്കുകയാണ്. മിശിഹായുടെ മണവാട്ടിയായിട്ടാണ് സഭയെ അവിടുന്ന് സ്ഥാപിച്ചത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ നാം കാണുകയാണ്. അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറയുകയാണ്, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ. ഈശോ മറിയത്തിൻ്റെ മാതൃത്വത്തെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത്രയും നാൾ തൻ്റെ മാത്രം അമ്മയായിരുന്ന മറിയത്തെ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായി നൽകിയ ഈശോയിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിക്കാൻ പാടില്ല, എല്ലാവരും രക്ഷപ്പെടണം. അതിനാണ് തൻ്റെ സ്നേഹം വെളിപ്പെടുത്തി തന്നത്. അതുകൊണ്ട് സഭയെ വിശ്വാസികളുടെ അമ്മയായ പരിശുദ്ധ അമ്മയ്ക്ക് പരമേൽപ്പിക്കുക നമ്മുടെ കടമയാണ്. മറിയവും സഭയും തമ്മിലുള്ള ബന്ധം ഈശോയ്ക്ക് ജന്മം നൽകി ഈശോയെ ദൈവപിതാവിൻ്റെ ഹിതമനുസരിച്ച് വളർത്തിയ അമ്മയാണ് മറിയം. തന്നിൽ വിശ്വസിക്കുന്നവരെല്ലാം മിശിഹ രൂപം കൊള്ളുവാൻ സഹായിച്ചുകൊണ്ട് അവരോടൊപ്പം മറിയമുണ്ടായിരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ തൻ്റെ സ്വന്തം അമ്മയായി മറിയത്തെ യോഹന്നാൻ സ്വീകരിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ അമ്മമാർ ഒരുപക്ഷെ നമ്മോടുകൂടി ഇല്ല. എന്നാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഇപ്പോഴും എപ്പോഴും നമ്മുടെ മരണസമയത്തും നമ്മോടുകൂടി ഉണ്ട്. ആ അമ്മയുടെ മധ്യസ്ഥതയാണ് യേശു തമ്പുരാൻ്റെ ജീവിതത്തിൽ ഒരു ശക്തിയായിരുന്നത്. ആ ഒരു മധ്യസ്ഥതയാണ് സ്നേഹത്തിന് ശിഷ്യനായ യോഹന്നാന് ഒരു ശക്തിയായിരുന്നത്. അങ്ങനെ ആ സ്നേഹത്തിൽ വിലയം പ്രാപിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും സ്നേഹത്തിന് ശിഷ്യനായ യോഹന്നാൻ്റെ പ്രത്യേകമായ മധ്യസ്ഥത സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മ നമുക്ക് എന്നും തമ്പുരാൻ്റെ സന്നിധിയിൽ മധ്യസ്ഥ അപേക്ഷിക്കുന്ന ഒരമ്മയായി, അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ചിട്ടുള്ള ഒരുവരെയും ഉപേക്ഷിച്ചിട്ടില്ല എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുവാൻ ദൈവം നമ്മെ സ്നേഹത്തിൽ വളർത്തട്ടെ.